ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം NTAയുടെ നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് നിങ്ങൾ നിങ്ങളുടെ ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്യണം, ഓൾസോ ആപ്പാർ ID ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചൊരു സംശയമാണ് ആപ്പാർ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതിനൊരു ഡെമോ ചെയ്ത് തരുമോ എന്നുള്ളത്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനാണ് വന്നത്. ഓൾസോ ഇതിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അതിന് ഒരു ക്ലാരിറ്റി തരാനും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ ആപ്പാർ ID ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് നിങ്ങൾ ആധാറുമായിട്ട് ഏത് മൊബൈൽ നമ്പർ ആണോ ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്ത് സെയിം മൊബൈൽ നമ്പർ തന്നെ ഇവിടെയും കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് OTP ഒക്കെ വരുന്ന ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. ഇമെയിൽ ID, അതിനുശേഷം നിങ്ങളുടെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ ആയിട്ട് ഇമെയിൽ ID കൊടുക്കുക. ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലാത്ത ഏത് പിന്നും യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇതാ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഈ ആപ്പ് ഒരു OTP അയക്കുന്നുണ്ട് വെരിഫിക്കേഷൻ ആയിട്ട്. അപ്പോൾ നമ്മൾ ആ OTP ആക്സസ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒന്ന് വ്യൂ കൊടുത്തു നോക്കുക എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു OTP ഇപ്പോൾ വരും. ആ OTP നിങ്ങൾ ഇവിടെ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഡിജി ലോക്കർ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആധാർ ഒതൻറ്റിക്കേഷൻ ഒക്കെ ചെയ്ത് ആധാർ OTP ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് നോക്കുമ്പം ഈ മെയിൻ ഹോം പേജിൽ തന്നെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഏതാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് സെർച്ച് ചെയ്യാം. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ APAAR ആപ്പാർ ID എന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് ഇവിടെ കാണും. അവിടെ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജെൻഡർ, ഐഡൻറ്റിറ്റി വാല്യൂ എന്ന് പറയുന്നത് യു ക്യാൻ ഗിവ് യുവർ റോൾ നമ്പർ. ഓക്കെ, അതായത് നിങ്ങളുടെ ക്ലാസ് 10ലെ റോൾ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം. ക്ലാസ് 10ലെ നിങ്ങളുടെ ഇതിലുള്ള റോൾ നമ്പർ കൊടുക്കുക. അഡ്മിഷൻ ഇയർ, ഏത് വർഷത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് 10th ഫിനിഷ് ചെയ്യുന്നുള്ള ഒരു വർഷം നിങ്ങൾ സെലക്ട് ചെയ്യുക. ആൻഡ് ഐ ആം എ സ്റ്റുഡൻറ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അങ്ങനെ കുറേ ഇത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ബോർഡിൽ നിന്നാണ് നിങ്ങളുടെ ഇത് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളത് നോക്കുക. അപ്പോൾ മെയിൻലി ഇപ്പോൾ ഒരുപാട് പേര് സെർച്ച് ചെയ്ത കുട്ടികൾ പറഞ്ഞത് ഇവിടെ കേരളയുടെ കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമുക്ക് കേരള ഉണ്ടോയെന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഐ ആം എ സ്റ്റുഡൻറ്റ് അറ്റ് നമ്മുടെ കേരള സെക്കൻഡറി ബോർഡിൻ്റെ ഇത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ നൺ എന്നുള്ള ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ ക്ലാസ് 10ലെ റോൾ നമ്പർ കൊടുക്കുക. ഐഡൻറ്റിറ്റി ടൈപ്പ് റോൾ നമ്പർ. ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. രജിസ്ട്രേഷൻ നമ്പർ, എൻറോൾമെൻറ്റ് നമ്പർ, ന്യൂ അഡ്മിഷൻ. അപ്പോൾ നമ്മളുടെ ആ അഡ്മിറ്റ് കാർഡിൽ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റിൽ എന്താണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് ചൂസ് ചെയ്തിട്ട് ആ നമ്പർ ഇവിടെ കൊടുക്കുക. അഡ്മിഷൻ ഇയർ, ഏത് ഇയറിലാണ് നിങ്ങൾ SSLC പാസ് ഔട്ട് ആയത് ആ വർഷം കൊടുക്കുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും സെലക്ട് ചെയ്തിട്ട് ഗെറ്റ് ഡോക്യുമെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ അത് കൊടുത്തു കഴിയുമ്പോൾ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്കൊരു 12 ഡിജിറ്റ് കോഡ് വരും വിത്ത് യുവർ ഫോട്ടോഗ്രാഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പാർ ID ഇഷ്യൂ ആകും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇഷ്യൂ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ലിസ്റ്റിൽ അത് കിടക്കുന്നുണ്ടാകും. നമുക്ക് ആ ഡോക്യുമെന്റ് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ അത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ 3 ഡോട്ട്സിൽ ഒന്നിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ദ ഡോക്യുമെന്റ്, അതിൻ്റെ PDF ഏത് വേർഷനാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലേറ്റർ ഓൺ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ആപ്പാർ ID എങ്ങനെ ജനറേറ്റ് ചെയ്യണം ത്രൂ ഡിജി ലോക്കർ ആപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഈ കഴിഞ്ഞ വീഡിയോ താഴെ കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇസ് ഇറ്റ് മാൻഡേറ്ററി ടു ജനറേറ്റ് ആപ്പാർ ID? ആപ്പാർ ID ഈസ് സംതിങ് ദാറ്റ് യു ക്യാൻ മെയിൻറ്റെയിൻ ലൈക്ക് യുവർ ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ പോലെ
പോലെ തന്നെ ഈ ഒരു 12 ഡിജിറ്റ് കോഡ് നിങ്ങളുടെ ത്രൂ ഔട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പീരീഡിൽ നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്കത് സിമ്പിളായിട്ട് ക്ലാസ് 10th ഡീറ്റെയിൽസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ NTA നോട്ടിഫിക്കേഷനിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി ദാറ്റ് എവറി ആസ്പിരൻറ്റ് ഷുഡ് ക്രിയേറ്റ് ആൻ ആപ്പ് ID എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ചെയ്താൽ നല്ലത്. കാരണം നമ്മളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിലും പിന്നീട് വരുന്ന എക്സാം കണ്ടക്ഷനിലും ഒക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഇവരിങ്ങനെ മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും ആധാർ ഒത്തൻറ്റിക്കേഷൻ ചെയ്യണം, ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം, ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇതും കൂടി ചെയ്തിരുന്നാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. സോ അപ്പം ഐ ഹോപ്പ് എൻറ്റയർ പ്രൊസീജിയർ വാസ് ക്ലിയർ ടു യു. പിന്നെ നമ്മുടെ മൈ ആധാർ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആധാർ ആപ്പ് അല്ലേ, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാത്രം ലിങ്ക്ഡ് ആണോ എന്നുള്ളതും ഉറപ്പ് വരുത്തുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഓൾ ദ വെരി ബെസ്റ്റ്.